ആദ്യത്തെ ലോങ് വീഡിയോ അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എണീച്ച്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഒരു ദിവസം ഫുള്ളുള്ളതാണല്ലോ. പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം കാത്തുമ്മ അത് എത്രമാത്രം എന്നെ അനുവദിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ തന്നെ എണീച്ച് മുറ്റത്തൂടെയൊക്കെ നടന്ന്, ഇന്നലെ രാത്രി ഫുൾ മഴയല്ലേനോ, അപ്പോൾ മുറ്റത്തൂടെയൊക്കെ നടന്ന് ബ്രഷൊക്കെ ചെയ്ത്, പിന്നെ ഒരു ഗേറ്റ് മാത്രം രാവിലെ ഒന്ന് തുറന്നിടും. പിന്നെ മറ്റേ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലയൊക്കെ സെറ്റാക്കി. ആദ്യം തന്നെ കടല കുക്കറിൽ അടുപ്പത്ത് വെച്ചാൽ അത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടിന് വെച്ച് നോക്കാം. അപ്പോൾ കടല എടുത്ത് സെറ്റാക്കി വെച്ച് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, കടല ഉപ്പും ഒന്നും മഞ്ഞൾപ്പൊടി ഒന്നും ഇടാണ്ട് ജസ്റ്റ് കടല മാത്രം വെള്ളത്തിൽ വേവിച്ചിട്ട് ഒരു 5-6 വിസിലടിക്കും. അതിന് ശേഷമാണ് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ശരിയാക്കൽ. അങ്ങനെ കടല വേവിക്കാൻ വെച്ചിട്ട് പിന്നെ പുട്ട് വയ്ക്കാൻ തുടങ്ങി. ഇന്ന് 3 തരം പുട്ടാണ്. അനക്ക് റാഗിപ്പുട്ട്, റിഞ്ചുവിന് അരിപ്പുട്ട്, കാത്തുമ്മക്ക് അമൃതം പൊടിൻ്റെ പുട്ട്. അങ്ങനെ 3 തരം പുട്ടിന് വേണ്ടിയിട്ട് 3 തരത്തിൽ കുഴച്ച് വെച്ച്. അതിന് ശേഷം അതിന് വേണ്ട തേങ്ങ ചിരകലാണ്. തേങ്ങ ചിരകുമ്പോൾ പുറകെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ വീഡിയോ ഇന്ന് ഫുള്ളായിട്ട് എടുക്കേണ്ടത് കൊണ്ടും ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അടുക്കി പെറുക്കി ടൈമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് എല്ലാം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 3 ആൾക്കും 2 കുറ്റിപ്പുട്ട് 3 ആൾക്കായിട്ട് അത് 3 ലെയറായിട്ട് ഓരോരാൾ പുട്ട് 3 ലെയറായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ട്, പിന്നെ കടലേൻ്റെ കൂടെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കടലേൻ്റെ കൂടെ മുട്ടയങ്ങ് പുഴുങ്ങിക്കോളും, മുട്ടയങ്ങ് സെറ്റാവും. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഗ്യാസ് നമുക്ക് ചിലവാക്കാണ്ടല്ലോ. പിന്നെ കടലേൻ്റെ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കടലയും കൂടെ കുറച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ തേങ്ങ എത്രയും ചേർക്കണ്ടു, തേങ്ങ എത്രയും വേണ്ടു. അങ്ങനെ ഞാൻ കാത്തുമ്മേൻ്റെ പിട്ടായിട്ട് റിഞ്ചുവിനോട് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ റിഞ്ചു ആ ദൗത്യത്തിൽ ഫെയിലായതുകൊണ്ട് വീണ്ടും എന്നെ വിളിച്ചു. കാത്തുമ്മക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾക്ക്, അവളെ ഉറക്കി ഫുഡ് കഴിക്കുമ്പോൾക്ക് ഒരു 10 മണിയൊക്കെ ആവും രാവിലെ. അങ്ങനെ ഓളെ ഫുഡ് കൊടുക്കാനുള്ള ദൗത്യത്തിൽ ഞങ്ങൾ 2 ആളും കൂടി ഏർപ്പെട്ടിട്ട് അവളെ നടന്നും ഇരുന്നും മതിൽമലൂടെ നടന്നും കാക്കേനെയും കാണിച്ച് പൂച്ചേനെയും കാണിച്ച് അങ്ങനെ എല്ലാം അറിയാവുന്ന 18 പണിയും ചെയ്തിട്ടാണ് ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കുക. എങ്ങനെയല്ലോ കൊടുത്ത് സെറ്റാക്കും. അപ്പോൾ എൻ്റെ പണികളെല്ലാം ബാക്കി. കറിയൊന്നും ആയില്ല, കറിയെല്ലാം അവിടെ ആക്കണം. അത്ര ഇനി കടല മാത്രം ഉപ്പിടാണ്ട് വേവിച്ചിട്ട് കടല മാത്രം തോല് പൊളിച്ചിട്ട് ഉടച്ചിട്ട് ഒക്കെ കൊടുക്കും. തിന്നൊന്നുമില്ല, കുറേ തുപ്പും കുറേ തിന്നും. അങ്ങനെ കുറച്ച് എങ്കിലും വായിലായാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊടുക്കും. എങ്ങനെയല്ലോ ഒരു കഷണം കുറച്ച് പഴവും കൂട്ടി കുറച്ച് കടലയും കൂട്ടി അങ്ങനെ എങ്ങനെയല്ലോ ഒക്കെ കുറച്ച് പിട്ട് എങ്ങനെയൊക്കെയോ കൊടുത്ത്. അതിന് ശേഷം ഓളെ ഉറക്കിയതിന് ശേഷമാണ് ബാക്കി പണി സ്റ്റാർട്ടായത്. കടലക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരക്കാൻ എൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടല ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടലയും തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അങ്ങനെ കടലക്കറി സെറ്റായി. അതിലേക്ക് വറുത്ത് വിട്ട്. ഞാൻ സാധാരണ കുറച്ച് കടലക്കറി വെക്കാറുള്ളൂ. രാവിലെ നമ്മൾ തിന്നുമ്പോഴത്തേനും അത് മൊത്തം തീരണം. പുട്ടും തീരണം, കടലക്കറിയും തീരണം. ഒന്നും പിന്നത്തേക്ക് ബാക്കി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അളവിന് കറക്റ്റായിട്ട് അളന്ന് മുറിച്ചുണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കൽ. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അടുക്കള വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ പണി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു മന്നിപ്പോലെയുണ്ട് ഇത് അടുക്കളയിലുള്ള സമയത്ത്. ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് തിരിയുന്നത്. ചില സമയത്ത് അങ്ങനെയാണ്, എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. ക്യാമറ ഓണാക്കി വെച്ചതുപോലും ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക, അടുക്കി പൊറുക്കി വെക്കണം. പക്ഷേ ഇതൊക്കെ എവിടെ വെക്കുന്നു ഇങ്ങനെ ആലോചിച്ച് നിൽക്കല. ഞാനെല്ലാം കഴിച്ച് പറിച്ചിട്ടിട്ടുണ്ട്. അതിനിടയിൽ റിഞ്ചു വന്നിട്ട് എന്തോ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ എന്തോ ഒരു കാര്യമാണ് പറഞ്ഞത്. ആ എൻ്റെ അടിമുടിയുള്ള നോട്ടത്തിൽ എനിക്കത് മനസ്സിലായി. ഇപ്പം നമുക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന്. പിന്നെ സാധനം കെട്ടിക്കൊണ്ടുവന്ന കടലാസെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കും.
വേറെ ഒന്നിനുമല്ല, അടുപ്പ് കത്തിക്കാൻ ഇത്ര കടലാസ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കടലാസെല്ലാം വേണം. ഞാനൊന്നും വെറുതെ കടലാസോ സഞ്ചിയോ കാർഡ്ബോർഡോ എന്ത് കിട്ടിയാലും എല്ലാം എടുത്തെടുത്ത് വെക്കും. എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമോയെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ച് എൻ്റെ വീട് ഇപ്പോൾ ഒരു ആക്രിക്കട പോലെ ആയിട്ടുണ്ട്. കാരണം സഞ്ചിയും പ്ലാസ്റ്റിക് പിന്നെ അവർ കൊണ്ടുവരുന്നവർക്ക് കൊടുക്കും. കടലാസും കാർഡ്ബോർഡും എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ അതെല്ലാം ഒരു അടുക്കി പെറുക്കി വെച്ചതാണ്. സഞ്ചി ഞാൻ കുറേ സഞ്ചി ഉണ്ടെങ്കിൽ വലിയൊരു സഞ്ചിയിൽ നിറച്ച് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും എന്ന് വെച്ചിട്ട്. പിന്നെ ചായ കുടിച്ച ചില്ലറ പാത്രങ്ങളുണ്ട്, അതെല്ലാം കഴുകി വെക്കണം. പെട്ടെന്ന് എല്ലാം കഴുകി വെച്ച് പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി. ഉച്ചക്കേക്ക് മത്തങ്ങയും മമ്പയറും കൂടി. മമ്പയർ നേരത്തെ വെള്ളത്തിലിട്ടു, ഇന്നലെ രാത്രി ഇടണമെന്ന് വെച്ചാണ്, പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ മത്തങ്ങ മുറിച്ചിട്ടില്ല. കത്തിക്ക് വലിയ മുറിച്ചില്ലെങ്കിൽ എൻ്റെ കൈ മുറിയേണ്ട മുറിച്ച കത്തിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മുറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കട്ടിങ് ടേബിൾ ഉണ്ട്, പക്ഷെ കട്ടിങ് ടേബിൾ എടുക്കാനുള്ള മടി കാരണം എടുത്താലത് ഞാൻ തന്നെ കഴുകി വെക്കണം. അതുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്തൊരു നല്ല 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ പുറം നന്നായിട്ട് കഴുകിയിട്ട് മത്തങ്ങയും മമ്പയറും കൂടിയുള്ള ആ വേവിക്കുന്ന ഇലയിൽ വെച്ചു. കാരണം മത്തങ്ങയും മമ്പയറും കൂടാതെ വേറൊരു കറിയും കൂടി ആക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ഇന്നലെ ആറിയിട്ടത് എടുക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് ഒരു പൂച്ച. ഒന്നാമതേ ഞാൻ നടക്കുമ്പം എങ്ങനെയാണെന്നറിയില്ല തെന്നി വീഴുന്നത്. മറ്റേ നിറം സിനിമയിൽ ജോമോള് വീഴില്ല, അതേപോലെയാണ്. ഒരിറ്റ് വെള്ളം മതി അപ്പം ഞാൻ തെന്നി വീഴും. അതുകൊണ്ട് ഒന്നാമതേ എനിക്ക് നടക്കുമ്പോൾ തെന്നി വീഴും. അതിൻ്റെ ഇടയ്ക്ക് ഈ പൂച്ചയും കൂടി വന്നിട്ട് അവിടെ ആ പൂച്ചയെല്ലാം ഞാൻ പായിച്ച്. പിന്നെ ചോറിന് വെള്ളം എടുത്ത് വെക്കണം, അകത്തേക്ക് വെള്ളം എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം വലിക്കാൻ വലിയ ടാസ്ക്കൊന്നും ഇല്ല, കുറച്ച് ഒരു 3-4 പട മാത്രമേ ഉള്ളൂ. അപ്പോൾ 2ൻ്റെ അകത്തും വെള്ളം വലിച്ച് വെക്കുന്നതല്ല, ഈ വെള്ളം എടുത്ത് കൊണ്ടുവെക്കുന്നതാണ് എനിക്ക് ടാസ്ക്. ഭാരം വെയിറ്റ് ഉള്ളത് കൊണ്ടല്ല, പക്ഷേങ്കിൽ ഇത് എടുത്ത് കൊണ്ടുപോകുമ്പോൾ വീഴുമോ എന്നാണ് എനിക്ക് പേടി. ഞാൻ വിചാരിക്കുന്നത് ഈ വീഴുമോ എന്ന് ആലോചിച്ചത് കൊണ്ടാണോ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നും ഞാൻ വഴുതി വീഴും, ചെരുപ്പിട്ട് നടന്നാലും വഴുതി വീഴും. അതുകൊണ്ട് എനിക്ക് നടക്കാൻ ഭയങ്കര പേടിയാണ്. അത് വെള്ളം എടുത്ത് വെച്ച് നടക്കുമ്പോൾ ഭയങ്കര ടാസ്ക്. കാരണം വെള്ളവും വീഴും, ഞാനും പോവും, വെള്ളം എൻ്റെ മേത്തും മറിയും. അങ്ങനെ ചോറിനുള്ള വെള്ളം എടുത്തു, അകത്ത് വെക്കാനുള്ള വെള്ളം എടുത്തു. അപ്പോൾ അകത്ത് വെക്കാനുള്ള വെള്ളം എടുത്ത് ഞാൻ ആദ്യം അകത്ത് കൊണ്ടുവച്ചു. പിന്നെ ചോറിന് കുറച്ച് മതിയല്ലോ, അപ്പോൾ ബാലൻസുള്ള വെള്ളം കൂടി അകത്ത് വെക്കാനുള്ള വെള്ളത്തിൽ ഒഴിച്ചിട്ട് അകത്ത് വെക്കാനുള്ള വെള്ളം എടുത്ത് ഞാൻ അകത്തേക്ക് വെച്ചു. ചോറിൻ്റെ വെള്ളം എടുത്തിട്ട് പിന്നെ ചോറ് വെക്കേണ്ട സ്ഥലത്ത്, ചോറ് പുറത്താണ് സാധാരണ ഞാൻ വെക്കുന്നത്, അല്ലെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ. ചോറ് മാത്രം പുറത്ത് വെക്കും. ചോറും കുളിക്കാൻ വെള്ളവും മാത്രം പുറത്ത് വെക്കും. കുളിക്കാൻ വെള്ളത്തിൻ്റെ ചെമ്പാണത്. അപ്പോൾ ഇന്നലെ കുളിക്കാൻ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് വെണ്ണീരൊക്കെ ഞാൻ കളഞ്ഞ് സെറ്റാക്കി. അപ്പോൾ അടുപ്പ് കത്തിക്കൽ വലിയ ടാസ്ക്കാണോ എന്ന് ചോദിച്ചാൽ മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. ഈ മെത്തേഡ് ഞാൻ പണ്ടേ ചെയ്യും. ആദ്യം ചേരി വെക്കുക, പിന്നെ അതിൻ്റെ ചേരീൻ്റെ 2 സൈഡിലായിട്ട് അത്യാവശ്യം തടിച്ച വിറക് വെക്കുക. ഇത് അനക്ക് അമ്മ പണ്ടേ പറഞ്ഞു, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് ആകുന്ന സമയത്തേ അമ്മ പറഞ്ഞത് എനിക്ക്. ആ മെത്തേഡാണ് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇന്നും ഞാൻ അടുപ്പ് കത്തിക്കുന്നത്. അമ്മയിൽ അത് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എന്തോ ആ രീതിയിലാണ് കത്തിക്കുന്നത്. ഈ കത്തിക്കുന്നത് ഇപ്പം നോക്കണ്ട, ഇനി ഒരു പുക മയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം നല്ല മഴയല്ലേ, അപ്പോൾ ഓല ഫുൾ നനഞ്ഞിട്ടാണ് ഉള്ളത്, വിറക് നനഞ്ഞിട്ടാണ് ഉള്ളത്, അവിടെയൊക്കെ ഫുൾ ഈർപ്പാണ്. അതുകൊണ്ട് കത്തിക്കാൻ മരണപ്പാടാണ്. കത്തിക്കിട്ടാൻ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാവും, പക്ഷെ ഞാനിതൊരു കത്തിച്ചെടുക്കാൻ എനിക്ക് തോന്നി ഏകദേശം ഞാൻ 1 മണിക്കൂറോളം അടുത്തെടുത്തിന് ഇത് കത്താൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവിടെ ഒരു പുക മയം തന്നെ നടക്കും. ഊതി മനുഷ്യൻ്റെ ഊപ്പാട് പോയി. എന്നാലും ഞാൻ എന്നോട് ചോദിക്കും, നിനക്ക് ഗ്യാസുമ്മൽ വെച്ചാൽ പോരെയെന്ന്. പക്ഷെ എന്നാലും ഞാൻ അടുപ്പത്തേ വെക്കും. കാരണം ഈ ചോറ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാലൻസ് തീ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുളിക്കാൻ വെള്ളവും വെച്ചാൽ വൈകുന്നേരം കാത്തുമ്മേനെ ആ വെള്ളത്തിൽ കുളിപ്പിക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയ. ഞാൻ ഊതി മടത്തിയിട്ട് അവസാനം കാട്ടൻ വാരി എന്തും കാട്ടെ ആ സാധനം കൊണ്ടൊന്ന് കുറേ അതിനെക്കൊണ്ട് വീശി. അപ്പോൾ കുറച്ച് കത്തി. ഊതി എൻ്റെ കണ്ണിന്ന് മൂക്കൊന്നും വായിന്നെല്ലാം വെള്ളം വന്ന് അവസാനം തല ചുറ്റൽ വരെ വന്ന്. അങ്ങനെ അവസാനം അതെങ്ങനെയല്ലോ കൂടി കത്തി ശരിയായി. പിന്നെ കുറച്ച് അരിയെടുത്ത് കഴുകി അരിയിട്ടു. പിന്നെ അങ്ങനെ നമ്മളെ ഇതിനെന്തോ പറയാ,
ഓലൻ അല്ല, കൂട്ടുകറി അല്ല, പുയ്ക്ക് മത്തങ്ങയും മമ്പരുള്ള പുയ്ക്ക് റെഡിയായി. ഇനി അടുത്ത കറിയാക്കണം. അടുത്ത കറി ഈ യൂട്യൂബിലെല്ലാം ഞാൻ ഒരു മുട്ടേൻ്റെ ഒരു റെസിപ്പി കണ്ടിട്ട്, മുട്ട പുഴുങ്ങിയിട്ട്. അപ്പോൾ ആ കറിയാക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ കറി. അപ്പോൾ കുറച്ച് തൈരെടുത്തു, പിന്നെ ഒരു 2 പച്ചമുളക് ചെത്തിയിട്ടു, പിന്നെ കുറച്ച് ഉള്ളി ചെത്തിയിട്ടു. അപ്പോൾ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കാത്തുമ്മ റംബൂട്ടാൻ വെച്ച് കളിക്കുന്നു. കാത്തുമ്മക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീച്ചപാട് അതെടുത്തിട്ട് വായിലുന്തി കയറ്റും. 10 മാസമാണെങ്കിൽ കാത്തുമ്മക്ക് ഒരു പല്ല് പോലും മുളച്ചിട്ടില്ല. ഞാനൊക്കെ PSCക്ക് പഠിച്ചത് 6 മാസം മുതൽ പല്ല് മുളക്കുന്നതാണ്. എൻ്റെ കുട്ടിക്ക് എന്നാന്നറിയില്ല, ഇതുവരെ ഒരു പല്ല് പോലും മുളച്ചില്ല. എന്നാലും എൻ്റെ കുട്ടി റംബൂട്ടാനൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നൊണ്ണോണ്ടൊക്കെ കടിച്ച് തിന്നു എൻ്റെ മോള്. അപ്പോൾ കാത്തുമ്മയായിരുന്നു കളിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ളി മുറിച്ചിട്ടു, പിന്നെ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ പുഴുങ്ങി വെച്ച മുട്ട 2ആയിട്ട് കീറിയിട്ട് അങ്ങനെ 4 കഷ്ണമാക്കി അതും വെച്ചു. അപ്പോൾ ചീഞ്ചട്ടിയിൽ കടുകിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, പിന്നെന്താ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അത് എന്നിട്ട് ഈ മിക്സിയിലേക്ക് ഒഴിച്ചപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു, അതവിടെ അടച്ച് വെച്ചു. അപ്പോൾ 2 കറിയും സെറ്റായി. ഇനി ചോറ് വാർക്കണം. ചോറ് വാർക്കേണ്ട ഈ സാധനം അത്യാവശ്യം നല്ലതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ചോറൊക്കെ വാർക്കാൻ പറ്റും, കുറേ ചോറ് വാർക്കുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ എനിക്ക് കുറച്ച് ചോറേ കൊണ്ടുവന്ന് എനിക്കത് ഉപകാരമാണ്. കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചു, കാത്തുമ്മക്കും കൊടുക്കാം, പിന്നെ എനിക്കും കുടിക്കാം. അവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചു, അതിൽ ചോറ് വാർത്തു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അലക്കലാണ്. വാഷിംഗ് മെഷീൻ പണി തന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അലക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അലക്കി. സംഭവം ഇത്രയും എടുക്കാൻ പറ്റിയുള്ളൂ എനിക്ക്.